തിരിയാം. We welcome you to Shalom Manna. We welcome you to Shalom Manna Kids. ഞാൻ ഏഞ്ചൽ ഷാലോം. ഞാൻ അഞ്ജന. ഇരിക്കാം. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? സ്റ്റോറി വരാനുണ്ട്, ഗെയിം കളിക്കാനുണ്ട്, സോങ് ഉണ്ട്. എന്താണ് അടുത്തിനി ചെയ്യാനുള്ളത്? നമുക്കിന്നൊരു ടോപ്പിക് ഉണ്ട്, ഒരു സ്പെഷ്യൽ ടോപ്പിക്. എല്ലാവർക്കും നമ്മുടെ ഈ സീരിയസ്നെസ് ഇൻട്രോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ഇൻട്രോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യുക, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. വീട്ടിലിരുന്ന് ടി വിയിൽ കൂടെ കാണുന്നവർ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാരെത്തായാലും പറയാം. അതെ. അപ്പം ഏഞ്ചൽ, ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതെ, അതിൻ്റെ ഒരു ഗാംഭീര്യമാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്താന്ന് പറഞ്ഞാലോ? ഓക്കെ, പ്രളയം അല്ലെങ്കിൽ ഫ്ലഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലഡ് അല്ലേ? അതെ. നിങ്ങൾ പ്രളയം വന്നാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ടോ അഞ്ജന? ഞാൻ ആലോചിച്ചിട്ടില്ല ഏഞ്ചൽ, ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. ഏഞ്ചലിന് ഈ ഫ്ലഡ് എങ്ങനെ ഉണ്ടാവണേന്ന് അറിയാമോ? അതെ, എനിക്കറിയാം. ഇങ്ങനെ നല്ല ശക്തമായിട്ടുള്ള മഴ വന്ന് അത് നിറഞ്ഞ് ഫ്ലഡാവും. അത് വെള്ളമൊക്കെ നിറഞ്ഞ് ലാസ്റ്റ് ഇത് ഫ്ലഡായി മാറും. നമ്മൾ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് ആ ഫ്ലഡിൽ നിന്ന്? അതെ, സ്വിമ്മിങ് അറിയാവുള്ളവർ സ്വിം ചെയ്ത് രക്ഷപ്പെടും, വള്ളമുള്ളവർ വെള്ളത്തിനെ ആശ്രയിക്കും. പിന്നെ എന്തെങ്കിലും കഷ്ണമൊക്കെ കിട്ടുന്നെങ്കിൽ അതിലിങ്ങനെ കയറി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഫ്ലഡിനൊരു അനുബന്ധിച്ചാണ് ഉള്ള ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റോറി എന്തെന്നറിയാമോ? നമ്മുടെ നോഹയുടെ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ. പണ്ടൊരു ഗ്രാമത്തിൽ നോഹ എന്നൊരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചനാണെങ്കിൽ നല്ല ദൈവവിശ്വാസമുള്ളതാണ്, എപ്പോഴും പ്രാർത്ഥിക്കും, പിന്നെ ദൈവഭയമുള്ള ആളായിരുന്നു. പിന്നെ ആ നോഹ അപ്പച്ചനാണെങ്കിൽ നോഹ അപ്പച്ചൻ്റെ വീട്ടിലുള്ള കുടുംബത്തിലും പറയും, നിങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവഭയമുള്ളവർ ആയിരിക്കണമെന്ന്. പക്ഷേ ഈ ദൈവം നമ്മുടെ ഭൂമിയും ജനങ്ങളും അനിമൽസും പ്ലാന്റ്സും ഒക്കെ സൃഷ്ടിച്ചു അല്ലേ? അതെ. പക്ഷേ എല്ലാവരും ദൈവത്തിനെ അനുസരിക്കൂലായിരുന്നു. പിന്നെ നോഹ ഒഴിച്ച് ബാക്കി ഒരു ജനങ്ങൾ പോലും ദൈവത്തെ അനുസരിക്കില്ല. ദൈവഭയമില്ല, ദൈവവിശ്വാസമില്ല, ഒന്നുമില്ലായിരുന്നു. അതെ. അങ്ങനെ ഒരു ദിവസം നോഹ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ദൈവം നോഹയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴത്തേക്ക് നോഹ പെട്ടെന്ന് മുട്ടുകുത്തി ദൈവത്തിനെ വണങ്ങി. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു നോഹയടുത്ത് ദൈവം പറഞ്ഞു, നോഹേ, നീ എന്നെ നന്നായി ആരാധിക്കും, നിനക്ക് എൻ്റെ അടുത്ത് നല്ല ദൈവഭയം എല്ലാം ഉണ്ട്, ഞാൻ ഇപ്പം കോപിതനാണെന്ന് പറഞ്ഞു. അപ്പോഴ് നോഹ പറഞ്ഞു, ദൈവമേ, നിങ്ങളൊന്ന് ക്ഷമിച്ചൂടെ, എന്തിനാണ് കോപിതനാവുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, ഈ ലോകം മൊത്തം എന്നെ അനുസരിക്കുകയില്ല, എന്നെ ഭയവുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ലോകം മൊത്തവും ഞാൻ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നോഹ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോഴാണ് ദൈവം എന്നിട്ട് തന്നെ, ഞാൻ ഇവിടെ 40 ദിവസം തുടർച്ച മഴ പെയ്യിപ്പിക്കും, എന്നിട്ട് ഇവിടെ മൊത്തം വെള്ളം കെട്ടി കിടന്ന് ഇവിടെ ഒരു ഫ്ലഡ് പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോഴ് നോഹ പറഞ്ഞു, ദൈവമേ, ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് പറഞ്ഞു. അപ്പോഴ് ദൈവം പറഞ്ഞു, ഇല്ല നോഹേ, നീ പേടിക്കണ്ട, നീ അതിനു വേണ്ടിയിട്ട് നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷപ്പെടാൻ നീ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോഴ് നോഹ ചോദിച്ചു, ദൈവമേ, പെട്ടകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോഴ് ദൈവം പറഞ്ഞു,
ഒരു പേടകത്തിനെയാണ് പെട്ടകമെന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പോഴ് നോഹ പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ പെട്ടകം ഒന്നും ഉണ്ടാക്കി പരിചയമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, അത് സാരമില്ല നോഹ, ഞാൻ നിന്നെ സഹായിക്കാം ആ പെട്ടകം ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ നോഹ തടിയൊക്കെ മുറിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈ ആൾക്കാരെല്ലാം നോക്കുകയാണ്, ഈ നോഹ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതുവരെ ഇങ്ങനെ പ്രത്യേകത തരം ഒരു ഇതുപോലെ, ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല ഈ വുഡൊക്കെ മുറിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വുഡൊക്കെ മുറിക്കുന്ന കാണാം. അങ്ങനെ ആൾക്കാർ മൊത്തവും നോഹയുടെ ചുറ്റും കൂടി. പക്ഷെ നോഹ ഒന്നും നോക്കാൻ പോയില്ല. നോഹയുടെ ജോലിയെല്ലാം ചെയ്തു. അതിനുശേഷം നോഹ പെട്ടകം ഉണ്ടാക്കി പകുതിയൊക്കെ ഒരു ഇതിലൊക്കെ ആയപ്പോ വീണ്ടും ജനങ്ങളെല്ലാവരും കൂടി ഇതെന്താ സംഭവം എന്നൊക്കെ അതിശയിച്ച് നോക്കി. എന്നിട്ട് ജനങ്ങൾ നോഹയെടുത്ത് പറഞ്ഞു, നോഹേ നീ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ നോഹ പറഞ്ഞു, ഇത് ഞാനൊരു പെട്ടകം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പോ ജനങ്ങൾ ചോദിച്ചു, നോഹേ ഈ പെട്ടകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോഴ് നോഹ പറഞ്ഞു, പേടകത്തിനെയാണ് പെട്ടകം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നോഹയാണെങ്കിൽ പറഞ്ഞു, ദൈവം ഇവിടെ 40 ദിവസം മഴയുണ്ടാക്കും, അതിനുശേഷം ഇവിടെയെല്ലാം ഫ്ലഡ് ആവുമെന്ന് പറഞ്ഞു. അതെ, വെള്ളം കെട്ടി കിടന്ന് ഫ്ലഡ് ആവുമെന്ന്. അപ്പൊ ഈ ജനങ്ങളെല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഒരു രീതിയിലൊന്ന് പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, എവിടെന്നാ ഈ ഫ്ലഡൊക്കെ വരുന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ 40 ദിവസം മഴ പെയ്തിട്ടാണ് ഫ്ലഡ് വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നോഹയെടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നത്? ഇവിടെ മഴയുടെ തുള്ളി പോലും വീഴുന്നില്ല, എന്നിട്ടാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് നോഹയിട്ട് ഇതുവരെയും ഇവിടെ കുറേ മാസങ്ങളായിട്ട് ഇവിടെ മഴയൊന്നും പെയ്തില്ലല്ലോ, ഇപ്പോഴൊന്നും മഴയൊന്നും പെയ്യില്ല, അതിന് നീ നമ്മളെയും മണ്ടനാക്കുകയാണ്, നീയും മണ്ടനാണെന്ന് പറഞ്ഞു. പക്ഷെ നോഹ ആണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നുമില്ല, ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് പറഞ്ഞാണെന്ന് പറഞ്ഞു. പക്ഷെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ കൂട്ടായില്ല. എന്നിട്ട് നോഹ ആണെങ്കിൽ നോഹയുടെ പണി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നോഹ പെട്ടകയെല്ലാം വളരെ നന്നായി പൂർത്തിയാക്കിയ ശേഷം ദൈവം പെട്ടെന്ന് നോഹയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വീണ്ടും. എന്നിട്ട് നോഹയെടുത്ത് പറഞ്ഞു, നോഹേ നീ ഇവിടെയുള്ള നിന്റെ കുടുംബത്തിനെയും കയറ്റണം, ഇവിടെയുള്ള എല്ലാ ആനിമൽസിനെയും ആ പെട്ടകത്തിനുള്ളിൽ കേറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ നോഹ പറഞ്ഞു, ഓക്കെ ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നോഹ അനിമൽസിനെ എല്ലാം വിളിക്കാൻ പോയപ്പോഴാണ് ദൈവം എന്ത് ചെയ്തു? നോഹനെ സഹായിച്ചു. ആ ആനിമൽസിനെല്ലാം തേടി കണ്ടുപിടിച്ച് എല്ലാ ആനിമൽസിനും ഗേൾസും ബോയ്സും വെച്ച് ആ പേടകം ഈ രണ്ടായിട്ട് എല്ലാത്തിനെയും കൊണ്ടുവന്നു. എന്നിട്ട് നോഹ അതെല്ലാത്തിനെയും കയറ്റി. എന്നിട്ട് അതിനുശേഷം നോഹയുടെ കുടുംബത്തിനെയും കയറ്റി. എന്നിട്ട് നമ്മുടെ ദൈവം ഈ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. എന്നിട്ട് ആ പെട്ടകത്തിന്റെ വാതിൽ അടച്ചപ്പോൾ തന്നെ ആദ്യത്തെ തുള്ളി ഭൂമിയിൽ വീണു. അതിനുശേഷം പിന്നെ നല്ല മഴയായി. പിന്നെ ആകാശം എല്ലാം ഇരുണ്ട് നല്ലതായിട്ട് മഴ പെയ്തു. അപ്പോഴത്തേക്ക് അവിടെയുള്ള ജനങ്ങളെല്ലാം അതിശയിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒളിച്ചിരുന്നു. പിന്നെ ചെറുതായിട്ടൊക്കെ ഈ വെള്ളം എല്ലാം പൊങ്ങി വരുന്നു, വീടുകളിൽ നിറയാൻ തുടങ്ങി. പിന്നെ വലിയ വലിയ മരങ്ങൾ, മലകൾ എല്ലാം മുങ്ങി. അങ്ങനെ ഈ നമ്മുടെ ജനങ്ങളെല്ലാവരും ഓടാൻ തുടങ്ങി, ഓരോരുത്തർ ഒളിച്ചൊളിച്ച് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വെള്ളം എല്ലാം ഇങ്ങനെ പൊങ്ങി തുടങ്ങി. അതിനുശേഷം 40 രാവും 40 പകലും ഈ മഴ ഇങ്ങനെ ചോർന്നോണ്ടിരുന്നു. അതിനുശേഷം 40 രാവും 40 പകലും കഴിഞ്ഞതിന് ശേഷം നോഹയാണെങ്കിൽ പെട്ടകത്തിന്റെ ജനാലിങ്ങനെ തുറന്നു നോക്കി. മഴയെല്ലാം നിന്ന് വെള്ളം എല്ലാം പൊങ്ങിക്കിടക്കുന്നു. വെള്ളമല്ലാതെ വേറെ ഒന്നും കാണാനില്ല. മരങ്ങളോ മലകളോ വീടുകളോ ഒന്നും കാണാനില്ല. എന്നിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം നോഹ ഒരു പ്രാവിനെ ഇങ്ങനെ പറത്തി വിട്ടു. ആ പറത്തി വിട്ട ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഈ കര എവിടെയെങ്കിലും കാണാനുണ്ടോന്ന് നോക്കേ. എന്നാലോ
ഈ പ്രാവ് തിരിച്ചു ഒന്നുമില്ലാതെ വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പ്രാവിനെ പറത്തി വിട്ടു. അപ്പോഴത്തേക്ക് ഒരു ഒലീവ് ഇലയും കൂടെ കൊണ്ട് പ്രാവ് വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പറത്തി. അപ്പോഴത്തേക്ക് പ്രാവ് തിരിച്ചു വന്നില്ല. അപ്പോഴും നോഹയ്ക്ക് മനസ്സിലായി ഇവിടെ കരയായിട്ടുണ്ട്. അപ്പോൾ ആ പ്രാവ് അവിടെ കൂട് വെച്ച് കാണാമെന്ന് മനസ്സിലായി. അങ്ങനെ നോഹ കുറെ പോയതിന് ശേഷം അവിടെ ഒരു മല കണ്ടു. അപ്പോഴത്തേക്ക് ദൈവം പ്രത്യക്ഷമായി നോഹയുടെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, നോഹ, ഇനി നിനക്കും നിന്റെ കുടുംബത്തിനെല്ലാം ഇവിടെ സന്തുഷ്ടതയോടെ ജീവിക്കാം. നിനക്കൊരു പുതു ജീവിതം വന്നു കഴിഞ്ഞു. ആ അനിമൽസിനെ എല്ലാത്തിനും നിനക്ക് തുറന്നു വിടാന്ന് പറഞ്ഞു. അതിന് പഴയതുപോലെ തന്നെ കാട്ടിലും എല്ലായിടത്തും ഓടിച്ചാടി നടക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നോഹ എടുത്ത് ഒരു സത്യം പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ ഒരു പ്രളയമോ ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നോഹയ്ക്ക് നല്ല സന്തോഷമായി. അതിൻ്റെ ഇതിനു വേണ്ടി നമ്മുടെ ദൈവം ഒരു റെയിൻബോയിനെ ഉണ്ടാക്കി. എന്നിട്ട് നോഹ പെട്ടകത്തിൽ നിന്ന് എല്ലാ അനിമൽസിനെ, കുടുംബക്കാരെ എല്ലാവരും ഇങ്ങനെ ഇറക്കി. എന്നിട്ട് നോഹയുടെ തലമുറകൾ അവിടെ ആയിട്ട് വീടുകൾ വെച്ചു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? എനിക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതെ, ഇതൊരു ഫ്ലഡിന്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ മോറൽ എന്താണ്? നമ്മൾ ദൈവത്തെ ആശ്രയിച്ച ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ മോറല് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലും ആ മോറൽ എപ്പോഴും വരണം. അപ്പോൾ നമുക്ക് അടുത്ത എന്തിലേക്ക് പോവാം? അടുത്ത് നമുക്ക് എന്തിലേക്ക് പോവാം? അപ്പൊ നമുക്ക് ഏഞ്ചലിന്റെ ഒരു പാട്ടിലേക്ക് പോയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഏഞ്ചലിന്റെ ഒരു പാട്ടിലേക്ക് പോവാം. ഓടിക്കൊണ്ടിര്, ലക്കെ നോക്കി വേഗമായി ഓടിക്കൊണ്ടിര്, വെற்றி വെന്തൻ യേശുവേ നോക്കിക്കൊണ്ടിര്, ഓടു 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 ഓടിക്കൊണ്ടിര്, ഓടു 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 ഓടിക്കൊണ്ടിര്, ലക്കെ നോക്കി വേഗമായി ഓടിക്കൊണ്ടിര്, വെற்றி വെന്തൻ യേശുവേ നോക്കിക്കൊണ്ടിര്, ഓടു 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 ഓടിക്കൊണ്ടിര്, ഓടുവേ യേശുവക്ക വേഗമായി ഓടിടുവേ, ഓടുവേ യേശുവക്ക വേഗമായി ഓടിടുവേ. தேடு 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 தேடிக்கொண்டிரு, கிருபையின் வார்த்தையை தேடிக்கொண்டிரு, தேடு 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 தேடிக்கொண்டிரு, கிருபையின் வார்த்தையை தேடிக்கொண்டிரு, பாடு 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 பாடிக்கொண்டிரு, இரட்சகனின் புகழை பாடிக்கொண்டிரு, பாடு 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 பாடிக்கொண்டிரு, இரட்சகனின் புகழை பாடிக்கொண்டிரு, ஓடுவே യേശുവക്ക വേഗമായി ഓടിടുവേ, ഓടുവേ യേശുവക്ക വേഗമായി ഓടിടുവേ. நாடு 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 பாதத்தை நாடு, சுவிசேஷம் அறிவுக்கு சொந்த பன்னாடு, ஓடு 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 எல்லைக்கு ஓடு, அறுவிடை சேர்த்திட தகமையோடு, நாடு நாடு
പാദത്തെ നാട് സുവിശേഷം അറിവെക്ക സന്തപ്പനാട് ഓട് 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 എല്ലയ്ക്ക് ഓട് സുവിശേഷം അറിവെക്ക സന്തപ്പനാട് ഓടുവേ യേശുവിക്ക വേഗമായി ഓടിടുമേ ഓടുവേ യേശുവിക്ക വേഗമായി ഓടിടുമേ ഓടുവേ യേശുവിക്ക വേഗമായി ഓടിടുവേ ഓട് 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 ഓടിക്കൊണ്ടിര് ലക്കെ നോക്കി വേഗമായി ഓടിക്കൊണ്ടിര് ഓട് 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 ഓടിക്കൊണ്ടിര് ലക്കെ നോക്കി വേഗമായി ഓടിക്കൊണ്ടിര്. അപ്പൊ നമ്മൾ ഏഞ്ചലിന്റെ പാട്ടെല്ലാം കേട്ടിട്ടൊന്നും നമ്മൾ വന്നപ്പോ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കാം. അതെ, ഇങ്ങനെ കുറച്ച് ബോള്, എനിക്കൊന്ന് ഏതോ ഗെയിമിന്റെ എന്തെങ്കിലും ആയിരിക്കും. അതെ ഗെയിമും വല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ അലാമിന്റെ അടുത്ത്, അലാമിന് നമ്മൾ പേരിടുമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരു പേര് ഹായ് കൂട്ടുകാരെ. അലാം. ഹായ്. ഹായ്, നിങ്ങൾക്ക് സുഖമാണോ? അതെ, നമുക്ക് പരമസുഖം. അതെ, നല്ല സുഖമാണ്. ഇന്നത്തെ ഗെയിമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ മുമ്പിലിരിക്കുന്ന ഗെയിം മെറ്റീരിയൽസ് കണ്ടിട്ട് എന്തേലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? എനിക്കൊന്ന് ഇങ്ങനെ എറിയണം. ഞാൻ ഇപ്പൊ എറിയുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും എറിയണം. എനിക്ക് ചിലപ്പോ വല്ല ഒന്നടിച്ചിട്ട് ഇങ്ങനെ ഊതാനായിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഊതി ഊതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടി ഇത് എന്റെ വിടാം. സൈഡായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ തട്ടി വീണ അങ്ങനെ എന്തെങ്കിലും ഞാൻ ആയിരിക്കും. ഇങ്ങനെ തട്ടി വിടുമായിരിക്കും. വളരെ നല്ല ഐഡിയകളാണ്. ഈ ഐഡിയകൾ നമുക്ക് ഫ്യൂച്ചർ ഗെയിംസിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ തൽക്കാലം നിങ്ങളുടെ ഇന്നത്തെ ഗെയിം ഒരു വ്യത്യസ്തമായ ഒരു ഗെയിമാണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബോൾസ് നിങ്ങളുടെ മുന്നിൽ ഉള്ള യെല്ലോ കപ്സിലോട്ട് ഇടണം. എങ്ങനെയാണ് ഇടുന്നത്? എങ്ങനെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്? എനിക്കിങ്ങനെ ചുമ്മാ അത് കൊണ്ടുവയ്ക്കുന്നതാണ് നല്ലത് തോന്നുന്നു. എനിക്ക് അങ്ങനെ എത്തൂല. എനിക്ക് ഞാൻ എത്തിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇടണം, അതായിരിക്കും. ഓക്കെ, ഗെയിമിലോട്ട് വരാം. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബോൾ കപ്പിൽ നിന്നും ഓരോ ബോൾസ് ആയിട്ട് കോണോട് കോണായിട്ട് നിങ്ങൾ ഓരോരുത്തരും ബോൾസ് ഉരുട്ടി മാത്രം, ഇതാണല്ലേ എന്റേത്. അതെ, ഉരുട്ടി മാത്രം നിങ്ങളുടെ കപ്പുകളിലേക്ക് നിക്ഷേപിക്കുക. 3 ബോൾസ് ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ്. അത്രേ ഉള്ളൂ, ഈസി. നമ്മള് അങ്ങനെയുള്ള 3 റൗണ്ടുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 3 റൗണ്ടുകളിൽ ടോപ്പ് സ്കോർ ചെയ്യുന്ന ആളായിരിക്കും ഈ മത്സരത്തിലെ വിജയി. ഒരു റൗണ്ട് ഞാൻ ജയിച്ചത്. അഞ്ജന ആൻഡ് ഏഞ്ചൽ, ഗെയിം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. Our game will starts in 3 seconds. 3, 2, 1, go. ആദ്യം കംപ്ലീറ്റ് ചെയ്തത് ഏഞ്ചൽ ആണ്. സോ 1-0. Angel scored 1 point. Anjana scored 0 points. Let's go for second round. Okay. Started. Game starts in 3, 2, 1, go. അയ്യോ, ഭയങ്കര പാട്. Okay. Yes. അയ്യോ. Very good. അഞ്ജന തിരിച്ചു വന്നിരിക്കുകയാണ്. അടുത്തതല്ലേ. അഞ്ജനയ്ക്ക് 1 point,
ഏഞ്ചലിന് 1 പോയിന്റ്. ഇത് ലാസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ട് ആയിരിക്കും ഈ മത്സരത്തിലെ വിജയെ തീരുമാനിക്കുന്നത്. ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് റൗണ്ട്. ഗെയിം സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. അയ്യോ, Congratulations, Anjana, you got this. അയ്യോ, ഒന്നേ വീഴുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ മത്സര വിജയി അഞ്ജനയാണ്. അഞ്ജനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ മ്യൂസിക് വരട്ടെ. നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ വിജയി അഞ്ജന. അഞ്ജനയ്ക്കുള്ള ഹാപ്പി മ്യൂസിക് പോരട്ടെ. കൂടാതെ ഷാലോമന്ന കിഡ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിൻ ചെയ്ത ഏഞ്ചൽ ഒട്ടും പുറകിലൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ കളിയിൽ ധീരമായി ഫസ്റ്റ് റൗണ്ട് ക്യാച്ച് ചെയ്തെങ്കിലും ബാക്കി 2 റൗണ്ടുകൾ കയ്യിൽ നിന്ന് പോയ ഏഞ്ചലിന് വേണ്ടി ഒരു മ്യൂസിക് പോരട്ടെ. ഏഞ്ചല് നീ ഒട്ടും തകരരുത്. നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഞാൻ ഈ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ജയിച്ചു തന്നതാ. അയ്യോ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യണ്ടേ? അതെ, നമ്മൾ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഗെയിം കളിച്ചു, നമ്മള് സ്റ്റോറി പറഞ്ഞു, മോറല് പഠിച്ചു. ഗെയിമിൽ ഞാൻ ജയിച്ചു, ഏഞ്ചല് തോറ്റു. പിന്നെ നമ്മൾ ഏഞ്ചലിന്റെ പാട്ടൊക്കെ കേട്ടു. അപ്പൊ നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സൈൻ ഓഫ് ബൈ ഏഞ്ചൽ, ഷാലോ ആൻഡ് അഞ്ജന. വിശ്വാസം എന്ന യന്ത്രം കൊണ്ട് ചിലതൊക്കെ നമ്മൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. രക്തസ്രാവം ബാധിച്ച സ്ത്രീ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൾ വിശ്വാസമാകുന്ന യന്ത്രം ഉപയോഗിച്ച് വിശ്വാസത്തിൽ പ്രാപിക്കുവാൻ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അന്ന് ആ സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ പോയി തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് അവൾ മുഖാമുഖം പോയി ചോദിച്ചില്ല. വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന വചനം പറയുന്നത്, ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നത് രോഗം സൗഖ്യമാകുക എന്നുള്ളതല്ല, നമ്മൾ സമ്പന്നനാകുക എന്നുള്ളതല്ല. അതൊക്കെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂതസൈന്യം, ലൂസിഫർ തുടങ്ങിയ ദൂതസൈന്യം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിപ്പ് നൽകിയപ്പോൾ അവർ അതിനെ അനുസരിക്കാതെ, അവർ ദൈവത്തെ ആരാധിക്കാതെ, മഹത്വപ്പെടുത്താതെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് അവർ അവരുടെ ആരാധനയെ മറന്നു, സ്തുതി മറന്നു, സ്തോത്രം മറഞ്ഞു. രോഗശാന്തിയും വിടുതലും മാത്രം മതി, എൻ്റെതായിട്ടുള്ള പ്രശസ്തി അത് മാത്രം മതി, എൻ്റെ പേര് മാത്രം മതി, എൻ്റെതായിട്ടുള്ള കഴിവുകൾ മാത്രം മതി എന്ന് പറഞ്ഞ് യഹോവയാകുന്ന സർവ്വതയും സൃഷ്ടിച്ച ദൈവത്തിന് എതിരായിട്ട് തിരിഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള എക്സിസ്റ്റൻസ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളടക്കത്തിലുള്ളതായിട്ടുള്ള അവരുടെ പേര് പിന്നെ ഇല്ല. വെട്ടിമാറ്റി ദൈവം, അവർ മുഴുവനായിട്ട് നിർമൂലമാക്കി കളഞ്ഞു, വെട്ടിമാറ്റി സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെതായിട്ടുള്ള സ്നേഹത്തെ പകരുവാനും, ദൈവത്തിന് തൻ്റെതായിട്ടുള്ള കരുതലിനെ വെളിപ്പെടുത്തുവാനും, തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും, അതിനോടൊപ്പം ദൈവത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുവാനും. ഹല്ലേലൂയ. സമയം സ്പെൻഡ് ചെയ്യാൻ പറയാൻ നമുക്ക് ടിക്കറ്റ് എടുത്ത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ഇവിടുത്തെ എയർ ഇന്ത്യയിലോ ഇൻഡിഗോയിലോ കയറി പോകാൻ പറ്റത്തില്ല. ഒരു ദൈവമക്കൾക്ക്, ഒരു ദൈവമകനോ മകൾക്കോ സമയം സ്പെൻഡ് ചെയ്യുവാനെ കഴിയുന്നത് എപ്രകാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്തുതിയിലൂടെയും സ്തോത്രത്തിലൂടെയും ആരാധനയിലൂടെയും മാത്രമാണ്. ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനേ കഴിയും, സ്വർഗത്തിൽ അവൻ സാറാഫുകൾ എന്ന ചില ക്രിയേഷൻ, അവർ 2 കൊണ്ട് അവരുടെ കണ്ണിനെ മുഖം മൂടി, 2 കൊണ്ട് അവർ അടിച്ച് ചിറകടിച്ച് 2 കൊണ്ട് പറന്ന് ആ ദൈവത്തെ സ്തുതിക്കുന്ന നമുക്ക് കാണുവാനേ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്രകാരമാണ് സാറാഫുകൾ ദൈവസന്നിധിയിൽ യഹോവയാകുന്ന ദൈവവുമായിട്ട് സമയത്തെ സ്പെൻഡ് ചെയ്തിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സാറാഫുകൾ ഭക്ഷണം കഴിച്ചോ, സദ്യ ഉണ്ടോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് വെബ്സൈറ്റ് നിർമ്മിച്ചോ, ഫേസ്ബുക്ക് ബ്ലോഗിങ് നടത്തിയല്ല ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്തത്. എപ്രകാരം എന്ന് ചോദിച്ചു, ആരാധനയിലൂടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ അവരുടേതായിട്ടുള്ള സമയത്തെ സ്പെൻഡ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്രകാരം നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ദൈവമായിട്ട് സമയത്തെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സൃഷ്ടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം ഇതാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൈവത്തെ ആരാധിക്കുവാനാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പണിയുന്ന വീട്, നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾ, നമ്മൾ വാങ്ങുന്ന വാഹനങ്ങൾ, ഇതിലുപരിയായി ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ഉയരുന്ന ആരാധനയാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്രകാരം തന്നെ ഇന്ന് പകലും ആരാധനയ്ക്കായിട്ട് സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇന്ന് ദൈവത്തിനു വേണ്ടി ഇന്ന് ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവം എന്ന് നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. ഒരു വചനത്തിൽ നിന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഇന്ന് വചനത്തിലൂടെ നമുക്കായി ദൈവം നൽകുവാനിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ഇന്ന് നമുക്ക് വാങ്ങിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വേഗം എടുത്തോളൂ. റോമർ, എല്ലാവരും ബൈബിൾ എടുത്തോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബൈബിൾ എടുത്തേ പറ്റത്തുള്ളൂ. അത് ഇനി ഫോണിലാകട്ടെ ബൈബിൾ ആയിക്കോട്ടെ എടുത്തേ പറ്റത്തുള്ളൂ. കാരണം അത് നിങ്ങൾ വായിക്കുന്നതിന് നിങ്ങൾക്ക് അനുഗ്രഹമാണുള്ളത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് അസൂയയില്ല ഞാൻ വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നിലൂടെയുള്ള അസൂയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അസൂയ ഇല്ലയെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്രകാരം തന്നെ എങ്കിൽ വചനം തുറന്നോളൂ. റോമർക്ക് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇത് എഴുതുന്ന പുള്ളിക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യേശുവിനെ പിൻപറ്റുവാനായിട്ട് ഒരുപാട് ജനത്തെ യേശുവിനായിട്ട് മാറ്റിയതായിട്ടുള്ള, യേശുവിൻ്റെ മക്കളായിട്ട് മാറ്റപ്പെട്ടതായിട്ടുള്ള പൗലോസ് എന്ന ആ ശ്രേഷ്ഠ ദൈവദാസനാണ് ഈ ലേഖനം എഴുതുന്നത്. ആർക്ക്? റോമർക്ക് വേണ്ടി, റോമറിലെ സഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇത് എഴുതുന്ന ഈ പുള്ളിക്കാരൻ്റെ ജീവിതം നോക്കുമ്പോൾ അവൻ്റെ ജീവിതം എപ്രകാരം എന്ന് നമ്മൾ ബൈബിൾ തന്നെ വായിക്കുമ്പോൾ അതിന് ചരിത്രം പോകണ്ട, അതിന് വിക്കിപീഡിയ പോകണ്ട, ഗൂഗിൾ പോകണ്ട, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ബൈബിൾ തന്നെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനേ കഴിയുന്നത്. പൗലോസ് കടന്നുപോയ മേഖലകൾ എന്ന് പറയുമ്പോൾ തകർന്ന കപ്പൽ, അണലിയുടെ കടി, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ പരിഹാസം, ആമേൻ. ഇതൊക്കെയാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും നമുക്കറിയാം പൗലോസിന് കപ്പലുകളുണ്ട്. അവൻ ദൈവവേലക്കാരനാണ്. അതോടൊപ്പം തന്നെ ദൈവം അപ്രകാരം തന്നെ അവൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ട് അവന് സമ്പത്തായിട്ട് ഒരുപാട് കപ്പലുകളൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു പ്രാവശ്യം അവർ യാത്ര പോകുന്നതിന് മധ്യത്തിലാണ് നമുക്കറിയാം കപ്പൽ തകർന്നു. കപ്പൽ മുഴുവനായി തകർന്ന് കപ്പലിൻ്റെ ഒരു പലക കഷ്ടം മാത്രം പിടിച്ചുകൊണ്ട് പൗലോസ് ദ്വീപിലേക്ക് എത്തുന്നു. ഹല്ലേലൂയ. ആ ദ്വീപിലേക്ക് എത്തുമ്പോഴാണ് അവൻ അണലിയുടെ കടി ഏൽക്കുന്നത്. അത്രത്തോളം പ്രയാസങ്ങൾ, അത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ പൗലോസാണ് ഇപ്രകാരം എഴുതിക്കുന്നത്: നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന്. ഹല്ലേലൂയ. സമാധാനമില്ലാതെ എല്ലാം തകർച്ച. വലിയ കപ്പലെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെയും ഒരു കപ്പൽ വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അന്നത്തെ കാലത്ത് കപ്പലിന് അത്രത്തോളം മൂല്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സമ്പത്ത് സകലത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്രകാരമുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന പൗലോസ് പറയുക, പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമുണ്ട്. അത് എപ്രകാരം ലഭിക്കുന്നു ആ സമാധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്രകാരമുള്ളൊരു സമാധാനം. രോഗം വരുമ്പോഴും സമാധാനത്തോടെ ഇരിക്കുന്നു, കൂളായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞെരുക്കം വരുമ്പോഴും കൂളായിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, ലോണുണ്ട്, ജപ്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്നോട്ടെ, ബട്ട് ഐ എം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുവാനേ കഴിയുന്ന ഒരു സമാധാനം. അത് എപ്രകാരം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ആമേൻ. ഈ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ. നമ്മൾ പാപികളാണ്, നമ്മൾ ജന്മനാ പാപികളാണ്, നമ്മൾ തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്. നമ്മൾ എത്ര തന്നെ വിശ്വാസികളെന്ന് പറഞ്ഞാലും ദൈവത്തെ ആരാധിക്കുന്നത് പറഞ്ഞാലും എവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന് നിരക്കാത്തത് പലതും നമ്മൾ ചെയ്തിട്ടുള്ളവരാണ്, നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യർക്ക് എപ്രകാരം ഒരു നീതീകരണം ലഭിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താലെന്ന് എഴുതിയിരിക്കുന്നു. ആമേൻ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വചനമല്ല, ഇത് ഞാൻ എൻ്റെ ഒപ്പീനിയൻ അല്ല പറയുന്നത്, വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം വരും വിശ്വസിച്ചാൽ മതി. ഒന്നും അനുഭവിച്ചില്ലെങ്കിലും വിശ്വാസം വരുന്നത് എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല. ഇത് വചനം എഴുതിയിരിക്കുന്ന ഞാൻ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരണം. ഹല്ലേലൂയ. നീ എത്ര തന്നെ വലിയ തെറ്റ് ചെയ്താലും, നിന്റെ ജീവിതത്തിൽ എത്ര തന്നെ വലിയ കടും ചുമപ്പുള്ള പാപം ഉണ്ടായിരുന്നാലും, എത്ര വലിയ തടിക്കഷ്ണം നിന്റെ കണ്ണിൽ ഉണ്ടായിരുന്നാലും, വിശ്വാസത്താൽ അത് നീതീകരിക്കപ്പെടും. ഹല്ലേലൂയ. ഒന്ന് ശക്തിയുടെ കരങ്ങൾ ഉയർത്തിച്ച കർത്താവിൻ്റെ സ്നേഹത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ, ഒന്ന് നന്ദി നൽകിയാട്ടെ. ഹല്ലേലൂയ. വീണ്ടും താഴേക്ക് എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടും സമാധാനമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു മൂലമാണ് സമാധാനം ലഭിക്കുന്നത്. എപ്രകാരമുള്ള സമാധാനം ഞാൻ പറഞ്ഞു? പ്രയാസം വരുമ്പോഴുള്ള സമാധാനം, മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും ഉള്ള സമാധാനം, ഐസൊലേഷൻ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഉണ്ടാകുന്ന സമാധാനം. ഹല്ലേലൂയ. ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് ആംബുലൻസ് ഓടി വന്ന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, അത് യേശുവിലൂടെ ഉണ്ടാകുന്നു. യഹൂദന്മാർ യാവേ എന്നാണ് ദൈവത്തെ, ഹല്ലേലൂയ, സർവത്തെ സൃഷ്ടിച്ച യഹോവയെ അവർ യഹോവ എന്ന നാമം കൊണ്ട് വിളിക്കത്തില്ല, അവർ അവരുടെ ശ്വാസം കൊണ്ടാണ് റിപ്രസെൻ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല, നമ്മൾ ചരിത്രമായിട്ട് ആധികാരികമായിട്ട് നോക്കുമ്പോൾ ആത്മാവെന്ന വാക്കിനും ശ്വാസം എന്ന വാക്കിനും ഒറ്റ വാക്കാണ് ഗ്രീക്കിലും ഹീബ്രുവിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ നോക്കുമ്പോൾ ആത്മാവിനും ശ്വാസത്തിനും ന്യൂമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഹല്ലേലൂയ. രണ്ടിനും ഒറ്റ വാക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യ സൃഷ്ടിപ്പിൽ ആദാമിൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിനെ എപ്രകാരം ദൈവം നൽകിയെന്ന് ചോദിച്ചാൽ, അവന് ഊതി, അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ജീവൻ്റെ ഒരു ആത്മാവ് രൂപപ്പെട്ടു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധി ആത്മാവിനെ എപ്രകാരം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു അവരിലേക്ക് ഊതി, അപ്പോൾ പരിശുദ്ധി ആത്മാവ് വ്യാപരിച്ചു എന്ന് വചനം എഴുതിയിരിക്കുന്നു. അപ്രകാരം തന്നെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ശ്വസിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജീവനുള്ളവരാണ്. ജീവനും ശ്വാസവും ഒത്തുചേരുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾക്ക് ജീവശ്വാസമുണ്ട്. ഈ ജീവശ്വാസം ആരിൽ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവത്തെയും സൃഷ്ടിച്ച യേശുവിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം തന്നെ ഈ സമാധാനം എന്നത് വളരെ ദൂരത്തിലല്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഈ സമാധാനം അത് ഭയങ്കര ദൂരത്തല്ല, അത് അടുത്താണ് നിൽക്കുന്നത്. ഇനി കൂടിപ്പോയ ദൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ നിൽക്കുക അത്. ഹല്ലേലൂയ. അല്ലാതെ ഇനി ഇവിടുന്ന് അമേരിക്ക പോണ്ട, ആ ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുവാൻ, ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അമേരിക്ക പോണ്ട, ആഫ്രിക്ക പോണ്ട, ഉഗാണ്ട പോണ്ട, ഒരിടത്തും പോണ്ട. കൂടിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ നിർമ്മിച്ചിരിക്കുന്ന ചില മതിലുകൾക്ക് പുറത്ത് ഈ സമാധാനം വെയിറ്റ് ചെയ്യുക. ദൂരെ പോണ്ട. മനസ്സിലാകുന്നുണ്ട്? പാല് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് അല്ലേ? കടയിൽ നിന്ന് വാങ്ങുന്നവരുണ്ട്, പാല് വാങ്ങാത്തവരുണ്ടോ? എങ്കിലും സാധാരണയായിട്ട് നമ്മൾ പാല് വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മൾ പാല് വാങ്ങുന്ന വീട്ടിൽ ഒന്നുകിൽ പാൽ കുപ്പി കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. കൂടുതൽ സ്ഥലങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തു ചെയ്യും? ഗേറ്റിൻ്റെ അവിടെ ഈ പാൽ കുപ്പി തൂക്കിയിട്ടിരിക്കും. പാൽക്കാരൻ അല്ലെങ്കിൽ പാൽക്കാരി രാവിലെ വന്ന് അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് ഇത് എടുത്തുകൊണ്ട് പോകും. അടുത്ത ദിവസം രാവിലെ പാല് നിറച്ച് അവിടെ കൊണ്ടുവയ്ക്കും. ഈ പാല് വേണമെങ്കിൽ ഞാൻ വീട്ടിനകത്തിരുന്നാൽ പാല് ലഭിക്കത്തില്ല. അത് ഭയങ്കര ദൂരെ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇല്ല, പാലെവിടെ ഇരിക്കുന്നത്? ഈ മതിലാണ് ഇരിക്കുന്നത്. മതിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗേറ്റിലായിരിക്കുന്നത്. അവിടെ പോകാൻ വലിയ എളുപ്പമല്ലേ? അത് എളുപ്പമാണോ പാടാണോ? അത് പാടാണെങ്കിൽ അതിനെ മടി എന്നാണ് വിളിക്കുന്നത്. ആ മടി മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മടി എന്നാണ് അതിനെ പറയുന്നത്. പാല് ഗേറ്റിൽ തൂങ്ങിക്കിടക്കുന്ന പാലെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അത്രയേ ഉള്ളൂ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ തടസ്സങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ചുറ്റുപാടിൽ മാത്രമായി ഈ മതിൽ കൊണ്ടിട്ടിരിക്കുന്നത് സാത്താൻ. ഈ സമാധാനവും സന്തോഷവും നമ്മുടെ അനുഗ്രഹം നിൽക്കുന്നതും ഈ മതിലിൻ്റെ തൊട്ട് വെളിയിലാണ്. അത് പോകുവരെ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ആ മതിലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചുറ്റികളെടുത്ത് ആ മതിലിനെ അടിച്ചു പൊളിച്ചാൽ ആ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമ്മൾ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? സമാധാനം ആഗ്രഹിക്കാത്തവർ എന്തായാലും ചർച്ചിൽ വരത്തില്ല, അത് 100% ഉറപ്പാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം സകല വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ്. വചനം ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സമാധാനം ലഭിക്കുന്നത് ദൂരെയല്ല, അടുത്താണ്. ഹല്ലേലൂയ. വീണ്ടും താഴേക്ക് എഴുതിയിരിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളെല്ലാവരും കൃപയിലാണ് നിൽക്കുന്നത്. ഓൾറെഡി പൗലോസ് പറയുക, അതിന് കൃപയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. ഇന്ന് നമ്മളിവിടെ ജീവനോടെ ആയിരിക്കുന്ന ദൈവിക കൃപ, ദൈവത്തിൻ്റെ കൃപ മാത്രം. അപ്പോൾ ഈ കൃപയിൽ നമ്മൾ നിൽക്കുന്നത് ആര് മൂലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താൽ യേശു ക്രിസ്തു മൂലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപയിലേക്ക് കടന്നു വരുവാനും യേശു ക്രിസ്തു മതി. സമാധാനത്തിലേക്ക് പോകാനും യേശു ക്രിസ്തു മതി. ഇത് എങ്ങനെ പ്രാപിക്കുന്നു വെച്ചാൽ വിശ്വാസത്താൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു, സനൽ ബ്രദർ എന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സനൽ ബ്രദറും ഞാനും ഹീലിംഗ് ടൈം എന്ന സെഷൻ അപ്പർ റൂമിലുണ്ട്. അതിൽ സംസാരിക്കുന്നുണ്ട് ഇപ്രകാരമാണ്. സനൽ ബ്രദർ ഇപ്രകാരം പറഞ്ഞത്, വിശ്വാസം എന്ന യന്ത്രം കൊണ്ട് ചിലതൊക്കെ നമ്മൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. അതിൽ സനൽ ബ്രദർ ഇപ്രകാരം സംസാരിച്ചത്, രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിനടുത്ത് പോയിട്ട് കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ എന്നൊന്നും താൻ ചോദിച്ചോ? ഇല്ല. യേശുഭായി എനിക്ക് ഇന്ന രോഗമാണ്, എനിക്ക് ഇത്ര കാലങ്ങളുണ്ട്, ഇത്ര ആശുപത്രിയിൽ പോയി എന്നിട്ട് സൗഖ്യമാക്കത്താണ്, ഇന്ന മെഡിസിനൊക്കെ ഞാൻ നോക്കി, പക്ഷെ മാറുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല. സ്ത്രീ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൾ വിശ്വാസമാകുന്ന യന്ത്രം ഉപയോഗിച്ച് വിശ്വാസത്താൽ പ്രാപിക്കുവാൻ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അന്ന് ആ സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ പോയി തൊട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനോട് അവൾ മുഖാമുഖം പോയി ചോദിച്ചില്ല. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ അടുക്കൽ എന്ന് പറയേണ്ട, വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന വചനം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് നമുക്കൊരു രോഗശാന്തി വേണമെങ്കിൽ യേശു കർത്താവ് സ്വർഗം തുറന്ന് നമ്മുടെ മുന്നിൽ അക്ഷയനായ രീതിയിൽ ഇറങ്ങണമെന്നില്ല. ആമേൻ. ചില ദർശനങ്ങൾ കാണിച്ചു തന്നാൽ മാത്രമേ സൗഖ്യമുള്ളെന്നില്ല. വിശ്വാസത്താൽ അന്ന് രക്തസ്രാവം ബാധിച്ച സ്ത്രീക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്കിന്ന് ഉറപ്പ് തന്നിരിക്കുന്നത് പോലെ തന്നെ അവൾ വിശ്വാസത്താൽ യേശുവിൻ്റെ ശരീരത്തിൽ പോലും തൊട്ടില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ വസ്ത്രത്തിലും തൊട്ടില്ല. വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ മെഡിക്കൽ സയൻസിന് മാറ്റുവാനായി കഴിയാത്ത അവളുടെ രോഗം മാറിപ്പോയി. ഹല്ലേലൂയ. ഒന്ന് ശക്തിയോടെ ആ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മഹത്വം കൊടുത്താട്ടെ. ദൈവം വലിയവനെന്ന് ഇന്ന് തിരിച്ചറിയുമ്പോൾ, ദൈവത്തിന് വിശ്വാസത്താൽ സകലതും ചെയ്യുവാനേ കഴിയുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അപ്രകാരം തന്നെ സമാധാനം കിട്ടും, രോഗശാന്തിയും കിട്ടും, കൃപയും കിട്ടും. എങ്ങനെ? വിശ്വാസത്താൽ യേശുവിലൂടെ. ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിഞ്ഞു, വിശ്വാസം എന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഹല്ലേലൂയ. വിശ്വാസം എന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഈ സമാധാനത്തിന് നമ്മൾ ഒരു കൗൺസിലേഴ്സിന് അടുക്കലും പോകണ്ട, ഒരു ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിനും പോകണ്ട, ഒരു ആശുപത്രിയിലും പോകണ്ട, ഒരു കോടതിയുടെ മധ്യത്തിലും പോകണ്ട. സമാധാനം നമ്മുടെ അടുക്കൽ തന്നെയുണ്ട്. ആമേൻ. ജീവശ്വാസത്തിലൂടെ നമ്മളോട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ദൈവം നമ്മളോടൊപ്പമുണ്ട്. എൻ്റെ അടുക്കൽ സമുദ്രം വന്നാലും ഞാൻ ജയിക്കും വിശ്വാസത്താൽ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ 5-ാമത്തെ അധ്യായത്തിൽ ഇന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് വിശ്വാസത്തിൽ എത്ര പേർ പ്രാപിക്കാൻ റെഡിയാണ്? ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേരുന്നാട്ടെ. എല്ലാവരും എഴുന്നേട്ടെ. ഇനി വിശ്വാസത്തിൽ പ്രാപിക്കുവാനുള്ളത് ഞാൻ പറഞ്ഞു, ദൂരത്തിൽ അടുത്താണ്. അതിന്ന് പ്രാപിച്ചോ, ചുമ്മാ ഡിലേ ചെയ്യേണ്ട. ചിലപ്പോൾ പാൽക്കുപ്പി സാത്താൻ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇന്ന് കരസ്ഥമാക്കേണ്ടത് തക്ക സമയത്ത് തന്നെ കരസ്ഥമാക്കിക്കൊള്ളും. ഒന്ന് ശബ്ദമുയർത്തി ആ ദൈവത്തോടൊന്ന് പാടിയാട്ടെ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല ഇനിയൊന്നും
ഭയമില്ല ഇനിയും നീയും. എൻ പിതാവാം ദൈവം ഇന്ന് നമ്മുടെ ജീവശ്വാസത്തിലൂടെ ഇന്ന് നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ജീവനെ നിലനിർത്തുന്ന ആ ആദ്യം മുതൽ തന്നെ ആരംഭിച്ച ആ വ്യാപാരമാകുന്ന ദൈവാത്മാവാകുന്ന നമ്മുടെ ശ്വാസത്തിൽ ഇന്നും എൻ്റെ പിതാവാം ദൈവം വാഴുന്നതാൽ ഞാനൊന്നും ഭയക്കുന്നില്ല. എത്ര പേർക്ക് പാടുവാനേ കഴിയും? എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല ഇനിയും നീയും. ഭയമില്ല ഇനിയും നീയും. വിശ്വാസത്താൽ ഭയമില്ല ഇനിയും നീയും. ഭയമില്ല ഇനിയും നീയും. വിശ്വാസത്താൽ വീണ്ടും സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും സമ്മതിച്ചു കൊടുത്താടെ നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല ഇനിയും നീയും. ഭയമില്ല ഇനിയും നീയും. ഭയമില്ല ഇനിയും നീയും. ഒരു ദൈവത്തിന്റെ പൈതലിന് പരിചയം എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് അല്ല. ഒരു ദൈവ പൈതലിന്റെ പരിചയം എന്ന് പറയുന്നത് അത് ടാബ്ലറ്റുകളല്ല. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പരിചയം എന്ന് പറയുന്നത് അവന്റെ കോമ്പൗണ്ട് വാളുകളല്ല. ഒരു വ്യക്തിയുടെ പരിചയം എന്ന് പറയുന്നത് അവന്റെ അംഗരക്ഷകന്മാരല്ല. ഒരുവന്റെ പരിചയം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുകയും വായി കൊണ്ട് അവനെ എവിടെയൊക്കെ ഏറ്റുപറയുവാൻ കഴിയുമോ, എവിടെയൊക്കെ അവനെ ഉയർത്തുവാൻ കഴിയുമോ, അവിടെയൊക്കെ എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ് എന്ന് വിളിച്ചു പറയുവാനായിട്ട് എവിടെയൊക്കെ കഴിയുമോ അവിടെ എല്ലാം അവൻ പറയുമ്പോൾ അവനൊരു പരിചയമുണ്ട്. നമുക്കൊരു പരിചയമുണ്ട്. ശത്രു തൊടാതെ, പകർച്ചവ്യാധികൾ തൊടാതെ, അനർത്ഥങ്ങൾ തൊടാതെ, അപകടങ്ങൾ തൊടാതെ, ആകുലതകൾ, വ്യാകുലതകൾ, ബുദ്ധിമുട്ടുകൾ ഇവയൊന്നും നമ്മെ തൊടാതെ നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ഈ ആഴ്ചയിൽ പറയുവാൻ കഴിയണം, കഴിഞ്ഞ ഒരാഴ്ച വട്ട കാലങ്ങളിലേക്ക് നിന്റെ കാലടികൾ വഴുതി പോകേണ്ടത്. നിനക്ക് വിശാലതയില്ലാതെ ഞെരുക്കമേറിയ സാഹചര്യങ്ങൾ വരാണ്ടിടത്ത് സ്വർഗം നിനക്കൊരു വിശാലത വരുത്തിയിരിക്കുകയാണ്. ആ വിശാലതയിലൂടെ ആരാധിക്കുവാൻ, കൈയടിക്കുവാൻ, സ്തുതിക്കുവാൻ, യാത്ര ചെയ്യുവാൻ ദൈവം നിനക്കൊരു വിശാലത വരുത്തിയേ. ഈ സഹോദരങ്ങളെ, ഒരു കാലെടുത്ത് വയ്ക്കുവാൻ കഴിയപ്പെടാതെ എത്രയോ വ്യക്തി ജീവിതങ്ങൾ ഇന്ന് ആയിരിക്കുന്നു. കാലുകൾ വിശാലതയ്ക്ക് വേണ്ടി കാക്ഷിച്ചിട്ടും അത് വിശാലത ലഭിക്കാണ്ട് ഞെരുക്കം, മാനസികമായും ശാരീരികമായും ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞെരുക്കത്തോടുകൂടി ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കിന്ന് വിശാലത വരുത്തി. അതുകൊണ്ടാണ് ഇന്നിവിടെ കൈയടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത്. ഇന്ന് നിങ്ങൾക്ക് ദൈവം വിശാലത വരുത്തി. അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് ഒരുപക്ഷെ നടന്നിട്ടായിരിക്കാം, ഒരുപക്ഷെ 2 വീലറിലായിരിക്കാം, ഒരുപക്ഷെ 4 വീലറിലായിരിക്കാം ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാനായി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പറയുവാൻ കഴിയണം, എൻ്റെ നരിയാണികൾ വഴുതേണ്ടടുത്ത് സ്വർഗത്തിലെ ദൈവം എൻ്റെ നരിയാണികൾ വഴുതുവാൻ അനുവദിച്ചില്ല. വഴുതിപ്പിക്കുവാൻ ശത്രു ശ്രമിക്കപ്പെടുമ്പോൾ ഇന്ന് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ വഴുതാതെ നിർത്തുവാൻ നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവം. നിന്റെ നരിയാണി വഴുതിപ്പോകാതെ, നിന്റെ കാലടികൾ വഴുതിപ്പോകാതെ, നിന്റെ ശരീരത്തിന് ക്ഷീണം വരാതെ, നിന്റെ ശരീരത്തിന് അസ്വസ്ഥ വരാതെ കഴിഞ്ഞ ഒരു ആഴ്ചവട്ട കാലം ദൈവം നടത്തിയെങ്കിൽ വരുന്ന ആഴ്ചയിൽ നിന്നെ കാത്ത് ചില വിശാലതകളുണ്ട്, നിന്നെ കാത്ത് ചില നന്മകളുണ്ട്, നിന്നെ കാത്ത് ചില വിടുതലുകൾ ഉണ്ട്. ശരണമതാകിയ പാടും ഞാനുല
ഏറ്റമുറപ്പുള്ള മരവിടമാണെനിക്കെൻ പ്രിയൻ ചാരിടും ഞാനവനിൽ എന്റെ ബലമായ കർത്തനം ശരണമതാകിയ പാടിടും ഞാനുലകിൽ ഏറ്റമുറപ്പുള്ള മരവിടമാണെനിക്കെൻ പ്രിയൻ ചാരിടും ഞാനവനിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളകൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളകൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ മടക്കുന്ന ഒരു ഇടയനെ പോലെ അവനെ കരുതുന്ന സ്നേഹമതാശ്ചര്യമേ. തിരുക്കരത്തിൽ വൻ അടക്കുന്ന കരുത്തെ ഒരു ഇടയനെ പോലെ അവനെ കരുതുന്ന സ്നേഹമതാശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ വാഗ്ദത്തം ഒന്നിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ വാഗ്ദത്തം ഒന്നിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. മാറും മനുഷ്യരെല്ലാം മങ്ങിതലമതും തീജ്വല ഇരയായി മാറുകിലും തിരുവാഗ്ദത്തങ്ങൾക്കിതും മാറ്റം വരില്ലവൻ വരവിനാൾ ആസന്നമാ. മാറും മനുഷ്യരെല്ലാം മങ്ങിതലമതും തീജ്വല ഇരയായി മാറുകിലും തിരുവാഗ്ദത്തങ്ങൾക്കിതും മാറ്റം വരില്ലവൻ വരവിനാൾ ആസന്നമാ. ഹല്ലേലൂയ ഗീതം പാടി
ഗീതം പാടിടും